മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 53-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. അധീത്യബാല്യം ജഗതാം പതേ ത്വമുപേത്യ പൗഗണ്ഡവയോ അനുജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തഥാ ഗോഗണപാലനായം. വത്സാവനം കഴിഞ്ഞു, പശുക്കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളതായിട്ടുള്ള ആ ജോലി അത് 5 വയസ്സിന് താഴെയുള്ളതായിട്ടുള്ള കുട്ടികൾ ചെയ്യണതായിട്ടാണ് പറയണത്. 5 വയസ്സ് കഴിഞ്ഞാൽ 10 വയസ്സ് വരെ പൗഗണ്ഡ വയസ്സാണ്. അതായത് അതിന് പേര് ആ ബാല്യത്തിൻ്റെ ശൈശവത്തിൻ്റെ തന്നെ 2ാമത്തെ ഭാഗം. അതിന് പൗഗണ്ഡ വയസ്സ് എന്നാണ് പറയണത്. അങ്ങനെ ആ 5 വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അധീത്യ ബാല്യം, ആ ബാല്യം കഴിഞ്ഞിട്ട് 5 വയസ്സ് വരെയുള്ളതായിട്ടുള്ള ബാല്യം കഴിഞ്ഞിട്ട് ജഗത്പതേ, ജഗത്തിൻ്റെ മുഴുവൻ പതിയായിട്ടുള്ള എല്ലാ ലോകങ്ങളുടെയും 14 ലോകങ്ങളുടെയും നായകനായിട്ടുള്ള നാഥനായിട്ടുള്ള അല്ലയോ ഭഗവൻ ജഗത്പതേ, എല്ലാം രക്ഷിക്കാൻ കഴിയും. എന്നിട്ടാണോ ഈ പശുക്കുട്ടികളെ രക്ഷിക്കണതും പശുക്കളെ രക്ഷിക്കണതും ഒക്കെ എന്നാണ് അവിടെ ധ്വനി. ജഗത്പതേ, ആ ലോകം മുഴുവൻ രക്ഷിക്കുന്നതായിട്ടുള്ള അങ്ങ് ത്വം ഉപേത്യ പൗഗണ്ഡവയ മനോജ്ഞം പൗഗണ്ഡവയ ഉപേത്യ, മനോജ്ഞം മനോഹരമായ പൗഗണ്ഡ വയസ്സിനെ, ആ ബാല്യത്തിൻ്റെ ഉത്തരഭാഗം പൗഗണ്ഡ വയസ്സ് എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗം, ആ പ്രായത്തെ ഉപേത്യ പ്രാപിച്ചിട്ട് 5 വയസ്സ് കഴിഞ്ഞു എന്നാണ്. 5 വയസ്സ് വരെ പശുക്കുട്ടികളെ നോക്കുക, അത് കഴിഞ്ഞാൽ പശുക്കളെ നോക്കുക എന്നാണ്. ഉപേക്ഷ്യ വത്സാവനം, വത്സാവനം വത്സന്മാരുടെ അവനം രക്ഷണം, വത്സാവനം വത്സന്മാരുടെ രക്ഷണം, പശുക്കുട്ടികളുടെ രക്ഷണം. ഉപേക്ഷ്യ, അതിനെ ഉപേക്ഷിച്ചിട്ട്, അതിന് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പറഞ്ഞയക്കും. ഭഗവാന് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ പശുക്കളുടെ ജോലിയായി ഭഗവാനും കൂട്ടുകാർക്കും ഒക്കെ എന്നാണ്. ഉപേക്ഷ്യ വത്സാവനം ഉത്സവേന, അത് വലിയൊരു ഉത്സവമായിട്ടാണ്. വലിയതായ എല്ലാവർക്കും അതെ, കുട്ടിക്കാലമാവുമ്പോൾ വലിയതാവാൻ ഒരു മോഹം കൂടുതലാണ്. അപ്പോൾ ഉത്സവേന, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വലിയൊരു ജോലി കിട്ടി എന്നുള്ളതായിട്ടുള്ള ആ സന്തോഷമാണ് അവിടെ കുട്ടികൾക്കൊക്കെ. അതായത് പശുക്കുട്ടികളെ മേയ്ക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള പണി, മറ്റത് പശുക്കളെ മേയ്ക്കുക എന്നുള്ളത് കുറേയും കൂടിയും ഗൗരവമായിട്ടുള്ള പണി. അപ്പോൾ ആ ഗൗരവമായിട്ടുള്ള പണി തങ്ങളെ ഏൽപ്പിച്ചുല്ലോ എന്നുള്ളതായിട്ടുള്ള ഒരു സന്തോഷത്തോടു കൂടി ഉത്സവേന, ഉത്സവമായിട്ട് പ്രാവർത്തഥ ഗോഗണപാലനായം, ഗോഗണപാലനായം, ഗോഗണങ്ങളെ പശുക്കൂട്ടങ്ങളെ, ഗോഗണം പശുക്കൂട്ടങ്ങൾ, ഗോഗണത്തെ പാലിക്കുന്നതിൽ, പാലനം അതിനെ പാലിക്കൽ, പാലനായാം പാലിക്കുന്നതിൽ, ഗോഗണപാലനായാം പ്രാവർത്തഥ ഗോഗണങ്ങളെ പാലിക്കുന്നതിൽ, ഗോസമൂഹങ്ങളെ പശുക്കൂട്ടങ്ങളെ പാലിക്കുന്നതിൽ പ്രാവർത്തഥ ഏർപ്പെട്ടു. 5 വയസ്സ് കഴിഞ്ഞു, അതുവരെ പശുക്കുട്ടികളെ മേയ്ച്ച് നടന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 വയസ്സ് കഴിഞ്ഞപ്പോൾ പശുക്കളെ മേയ്ക്കാനായിട്ട് തുടങ്ങി. അധീത്യ ബാല്യം, ആ ബാല്യം 5 വയസ്സ് വരെയുള്ളതായിട്ടുള്ള ആ ബാല്യം അധീത്യ, അതിനെ കഴിഞ്ഞതിന് ശേഷം ബാല്യം ജഗതാംപതേ, ജഗത്തിൻ്റെ ഒക്കെ എല്ലാ 14 ലോകങ്ങളുടെയും നാഥനായ അല്ലയോ ഭഗവൻ. അതായത് പശുക്കളെ മേയ്ക്കുന്നതായാലും പശുക്കുട്ടികളെ മേയ്ക്കുന്നതായാലും ഒന്നും അവിടേക്കൊരു ഭാരമേ അല്ല, ജഗത്തിനെ മുഴുവൻ രക്ഷിക്കുന്നതായിട്ടുള്ള അങ്ങ്. ജഗത്പതേ ത്വം ഉപേക്ഷ്യ വത്സാവനം പൗഗണ്ഡവയോ മനോജ്ഞം ഉപേത്യ, മനോജ്ഞം പൗഗണ്ഡവയ, മനോജ്ഞമായ ആ പൗഗണ്ഡ വയസ്സിനെ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ളതായിട്ടുള്ള കാലം, ആ 5 വർഷം, 5 വർഷത്തിനെയാണ് പൗഗണ്ഡ വയസ്സ് എന്ന് പറയുന്നത്. ആ പൗഗണ്ഡവയ മനോജ്ഞമാണ് ആ പൗഗണ്ഡ വയസ്സ് എന്നാണ്. കുറച്ചൊന്ന് വലുതായി എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നൽ തന്നെത്താൻ ഉണ്ടായി തുടങ്ങി അല്ലേ. കുട്ടികളെ വിട്ടിട്ട് പശുക്കളെ മേയ്ക്കാൻ സൗകര്യം കിട്ടിയല്ലോ. അപ്പോൾ അവരവർക്ക് അത് ഇഷ്ടം പോലെ ചെയ്യാനും കളിക്കാനും ഉള്ളതായിട്ടുള്ള കുറച്ചും കൂടിയും സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ മനോജ്ഞമായിട്ടുള്ള പൗഗണ്ഡ വയസ്സിനെ പ്രാപിച്ചിട്ട് ഉപേക്ഷ്യ വത്സാവനം, അപ്പോൾ എന്താ ഈ വത്സാവനത്തെ ഉപേക്ഷിച്ചിട്ട് എന്തിനെ
വത്സാവനം, വത്സന്മാരുടെ അവനത്തെ, വത്സാവനം വത്സന്മാരുടെ അവനം രക്ഷണം. വത്സന്മാരെ, അതായത് പശുക്കുട്ടികളെ രക്ഷിക്കുന്നതിനെ ഉപേക്ഷിച്ചിട്ട് അത് വേറെ കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ട് പ്രാവർത്തസ ഗോഗണ ഉത്സവേന, വളരെ സന്തോഷത്തോടുകൂടി പ്രാവർത്തസ പ്രവർത്തിച്ചു തുടങ്ങി. എന്തിൽ? ഗോഗണപാലനായ, ഗോസമൂഹത്തെ പാലിക്കുന്നതിന് ആരംഭിച്ചു എന്നാണ്. പശുക്കുട്ടികളെ രക്ഷിക്കുന്നത് നിർത്തിയിട്ട് പശുക്കളെ തന്നെ രക്ഷിക്കാനായി തുടങ്ങി എന്ന്. അടുത്ത ശ്ലോകം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേവതീർണസ്തദേവ ദേവാരഭഥാസ്തദായൽ. ഉപക്രമസ്യ അനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി. ഹേ മരുത്പുരാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, തവ പ്രവൃത്തി, അങ്ങയുടെ ഈ പ്രവൃത്തി, അതായത് വത്സാവനം ഉപേക്ഷിച്ചിട്ട് ഗോഗണപാലനത്തിൽ താല്പര്യത്തോടുകൂടി ഏർപ്പെട്ടു എന്നത്, അത് ഈ പ്രവൃത്തി അങ്ങയുടെ മരുത്പുരാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഉപക്രമത്തിന് അനുഗുണം തന്നെയാണ്. ഉപക്രമസ്യ അനുഗുണാ ഏവ സാ ഇയം, സാ ഇയം തവ പ്രവൃത്തി, സാ ഇയം തവ പ്രവൃത്തി, ആ അങ്ങയുടെ ഈ പ്രവൃത്തി, സാ ഇയം അപ്രകാരമുള്ള അങ്ങയുടെ ഈ പ്രവൃത്തി, അതായത് ഗോഗണത്തെ രക്ഷിക്കുന്നതിൽ ഏർപ്പെട്ടു എന്നുള്ളതായ ഈ പ്രവൃത്തി, അത് ഉപക്രമസ്യ അനുഗുണ ഏവ, അങ്ങയുടെ ഉപക്രമത്തിന്, അങ്ങ് എന്തിനാണ് ആരംഭിച്ചത് അതിന് അനുഗുണം തന്നെയാണ് എന്ന് പറയാണ്. അങ്ങ് ആരംഭിച്ചതിന് അനുഗുണം തന്നെയാണ്. അനുഗുണം തന്നെ വെച്ചാൽ അതിനോട് യോജിക്കുന്നത്. അങ്ങയുടെ പ്രവൃത്തി, അങ്ങയുടെ വിചാരത്തിന്, അങ്ങ് എന്തിനു വന്നു അതിനെ യോജിക്കുന്നത് തന്നെയാണ് അങ്ങയുടെ ഈ പ്രവൃത്തി. എന്താണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അടുത്ത 2 വരികളിലായിട്ട് പറയണു. ഗോത്രാപരിത്രാണകൃതേ അവതീർണ, അങ്ങ് അവതരിച്ചത്, ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനായിട്ട് ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗോത്രാപരിത്രാണകൃതേ, ഗോത്ര എന്ന് വെച്ചാൽ ഭൂമി എന്നർത്ഥം. ഗോത്രയെ, ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി, പരിത്രാണകൃതേ, പരിത്രാണം രക്ഷണം, ഗോത്രയുടെ പരിത്രാണം, ഭൂമിയുടെ രക്ഷണം, അതിനു വേണ്ടിയിട്ട് കൃതേ, അതിനു വേണ്ടി, ഗോത്രാപരിത്രാണകൃതേ, ഗോത്രയെ, ഭൂമിയെ രക്ഷിക്കുന്നതിനു വേണ്ടി, പരിത്രാണം ഭൂമിയുടെ രക്ഷണത്തിനു വേണ്ടി, കൃതേ അതിനു വേണ്ടി, പരിത്രാണകൃതേ അവതീർണ, അതിനു വേണ്ടിയാണ് അങ്ങ് ഭൂമിയിൽ ജനിച്ചത്, അവതരിച്ചത്, ഗോത്രയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇപ്പം എന്താണ് ചെയ്യണത്? തദേവ ദേവ ആരഭഥാസ്തദായത്, തദാ അപ്പോൾ അങ്ങ്, തദേവ അത് തന്നെ, അതായത് ഗോത്രാപരിത്രാണം തന്നെ, ആരഭഥാഹ ആരംഭിച്ചു എന്നാണ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഗോത്ര എന്നുള്ളതിന് പശു സമൂഹം എന്നർത്ഥം. പശുക്കളുടെ സമൂഹം, ഗോസമൂഹത്തിനാണ് ഗോത്ര എന്ന്, അതായത് ഭൂമിക്കും ഗോത്ര എന്ന് പറയും, പശു സമൂഹത്തിനും ഗോത്ര എന്ന് പറയും. അപ്പോൾ ഗോത്രയെ, ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ചതായ അങ്ങ് ഗോത്രയുടെ സംരക്ഷണം തന്നെ ആരംഭിച്ചു എന്നത് അനുഗുണം തന്നെയാണ്, അങ്ങയുടെ ആരംഭത്തിന് അനുഗുണം തന്നെയാണ് എന്ന്. എന്തായിരുന്നു ആരംഭം? ഭൂമിയിലെ അവതാരം അല്ലേ? ആ ഭൂമിയിലെ അവതാരമാണ് ആരംഭം. ആ ആരംഭം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഗോത്രയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങ് ഇപ്പോൾ ആരംഭിച്ചത് എന്താണ്? ആ ഗോത്രയെ രക്ഷിക്കൽ തന്നെ. ആ ഗോത്ര എന്നുള്ളതിന് 2 അർത്ഥം, ഒന്ന് ഭൂമി എന്നും മറ്റൊന്ന് പശു സമൂഹം എന്നും. അപ്പോൾ ആ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഭൂമിയെ, ഗോത്രയെ സംരക്ഷിക്കാൻ വേണ്ടി അവതരിച്ചതായ അങ്ങ് ഗോത്രയുടെ, ഗോസമൂഹത്തിൻ്റെ രക്ഷണം, പരിത്രാണം രക്ഷണം, ഗോത്രാപരിത്രാണം, ആ ഗോത്രയുടെ പരിത്രാണം തന്നെ ആരംഭിച്ചു എന്നത് അങ്ങയുടെ ആരംഭത്തിന് അനുഗുണം തന്നെയാണ്. എന്താണ് ആരംഭം? രക്ഷിക്കാൻ വേണ്ടി, ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലുള്ളതായ അവതാരം, അതാണ് അങ്ങയുടെ ആരംഭം. അതിന് അനുഗുണമായിട്ട്, അതായത് ഗോത്രാപരിത്രാണം ചെയ്യണം എന്ന് വിചാരിച്ചു വന്നു, ഗോത്രാപരിത്രാണം തന്നെ അങ്ങ് ആരംഭിച്ചു. ആരഭഥാഹ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ആരംഭിച്ചത് ഗോത്രാപരിത്രാണാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ ഗോത്രയുടെ പരിത്രാണം തന്നെ, ഭൂമിയുടെ പരിത്രാണം തന്നെ ഇനിയുള്ളതായിട്ടുള്ള ആ ജീവിതത്തിൽ മുഴുവൻ അങ്ങ് ചെയ്യാൻ പോകുന്നുണ്ട്. അനവധി അസുരന്മാരെ വധിച്ച്, മനുഷ്യരെ എല്ലാം വധിച്ച് ആ ഗോത്രയെ, ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് അങ്ങ് ചെയ്യാൻ പോണേ ഉള്ളൂ.
അതിൻ്റെയൊക്കെ ആരംഭമാണ് ഇവിടെ ഈ ഗോത്രാപരിത്രാണം എന്നാണ് കവിയുടെ ഉദ്ദേശം. അതായത് ഗോത്രാപരിത്രാണം ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിച്ചതായ അങ്ങ് ഗോത്രാപരിത്രാണം തന്നെ ചെയ്തു എന്നുള്ളത് ആരംഭിച്ചു എന്നേ പറയണുള്ളൂ. ഇനി ആരംഭിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പോണതൊക്കെ ഗോത്രാപരിത്രാണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് അങ്ങ് എന്തിനാണോ അങ്ങ് ഭൂമിയിൽ അവതരിച്ചത് അത് തന്നെ അങ്ങ് ആരംഭിച്ചു അവിടെ എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തി അങ്ങയുടെ ആരംഭത്തിന് അനുഗുണം തന്നെയാണ്. അങ്ങയുടെ പ്രവൃത്തി അതിന് അങ്ങ് എന്തിനു വേണ്ടി അവതരിച്ചുവോ അതിന് അനുഗുണം തന്നെയാണ് എന്ന് കവി ആ ഗോത്ര എന്നുള്ള ശബ്ദത്തിൻ്റെ രണ്ടർത്ഥം വെച്ചിട്ട് പറയാണ്. അവിടെ ഇങ്ങനെയുള്ളതായിട്ട് രണ്ടർത്ഥം വെച്ച് പറയണതിന് ശ്ലേഷം എന്നൊരു അലങ്കാര വിശേഷം പറയും. ഉപക്രമസ്യ അനുഗുണൈവ സേയം, അങ്ങയുടെ ഉപക്രമസ്യ അനുഗുണായേവ, ഉപക്രമത്തിന് അങ്ങയുടെ ആരംഭത്തിന് അനുഗുണം തന്നെയാണ് സാ ഇയം തവ പ്രവൃത്തി, അപ്രകാരമുള്ള അങ്ങയുടെ ഈ പ്രവൃത്തി, അതായത് ഗോസമൂഹത്തെ രക്ഷിക്കുന്നതിന് ഏർപ്പെട്ടു എന്നുള്ളത്. മരുത്പുരാധീശ അല്ലയോ മരുത്പുരാധീശ്വര, ഉപക്രമസ്യ അങ്ങയുടെ ഉപക്രമത്തിന് അവതാരം എന്നുള്ളതായിട്ടുള്ള ഉപക്രമത്തിന് അനുഗുണം തന്നെയാണ്. അങ്ങ് സംരക്ഷണത്തിനാണ് ജനിച്ചത്. ഗോത്രാപരിത്രാണകൃതേ അവതീർണ ത്വം, അല്ലയോ അങ്ങ് ഗോത്രയെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി അവതരിച്ചതായ അങ്ങ് യദേതത്, എന്താണ് ഞാനീ പറയാൻ കാരണം എന്നു വെച്ചാൽ യദേതത് തദേവ ദേവ ആരഭധാഹ ത്വം ത്വമേവ അവതീർണസ്ത്വം തദേവ, അത് തന്നെ, അതായത് ആ ഗോത്രാപരിത്രാണം തന്നെ ആരഭധാഹ ആരംഭിച്ചു എന്നത് അങ്ങയുടെ ഉപക്രമത്തിന് അവതരിച്ചു എന്നുള്ളതായിട്ടുള്ള ആ ഉപക്രമത്തിന് അനുഗുണം തന്നെയാണ് എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നും കൂടിയും ചെല്ലാം. അതീത്യ ബാല്യം ജഗതാംബതേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനുജ്ഞം ഉപേക്ഷ്യവത്സാവനമുത്സവേന പ്രാവർത്തഥാ ഗോഗണപാലനായം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ബാല്യം കടന്നിട്ടഥ ലോകനാഥ, ചേലുള്ള പൗഗണ്ഡ വയസ്സിലായി നീ പശുക്കിടാ പാലനമങ്ങു വിട്ടു, രക്ഷിച്ചു പിന്നെ പശുവൃന്ദമാകെ. ഉപക്രമസ്യ അനുഗുണൈവ സേയം മരുൽപുരാധീശ തവ പ്രവൃത്തി, ഗോത്രാപരിത്രാണകൃതേവതീർണസ്തദേവ ദേവാരഭധാസ്തദായൽ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആരംഭമാം നിന്നുടെ ഈ പ്രവൃത്തി മരുത്പുരാധീശ ശരിക്കു കേമം, ഗോത്രാഭിരക്ഷയ്ക്കു ജനിച്ചൊരങ്ങീ ഗോത്രാണനം കൊണ്ടു തുടങ്ങിയല്ലോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.